ഹായ്, എല്ലാവർക്കും മാർബിൾ ഹോംസിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിൽ മലയിടം തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ റോഡിൽ നിന്നും പുക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിൽ നിന്നും 800 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലുള്ള ഒരു വീടാണ് നമ്മളിത് പരിചയപ്പെടുന്നത്. വില്ല പ്രൊജക്ട് ഒന്നുമല്ല, പക്ഷെ നമ്മളുടെ ഈ നമുക്ക് ഒരു ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കാണുന്ന ആ ഒരു വഴിയുടെ ഏകദേശം ഒരു 3ാമത്തെ പ്ലോട്ടിലായിട്ടാണ് നമ്മുടെ ഈ വീട് ചെയ്തിരിക്കുന്നത്. മെയിൻ റോഡിലേക്ക് 800 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു ഡിസ്റ്റൻസ് ഒക്കെ നോക്കുമ്പോഴേക്കും നമുക്ക് വീടിന്റെ എലിവേഷനും സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇപ്പൊ ഞാൻ പറഞ്ഞു മെയിൻ റോഡിലേക്ക് 800 മീറ്റർ, ബസ് റൂട്ടിലേക്കാണ് 800 മീറ്റർ എന്ന് ഉദ്ദേശിച്ചത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്കൊക്കെ പോകേണ്ടവർക്കാണെങ്കിൽ 13 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 15 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ എയർപോർട്ടിലേക്കുള്ള ദൂരം നോക്കുവാണെങ്കിൽ വെറും 16 കിലോമീറ്റർ. അപ്പൊ NRIസിനൊക്കെ എന്തുകൊണ്ടും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ്. അവർക്ക് എളുപ്പം വന്നു പോകാനായിട്ട് വളരെ ഈസിയാണ്. വെറും 16 കിലോമീറ്റർ മാത്രമാണ് എയർപോർട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത് 4.25 സെന്റ് ലാൻഡിൽ 2070 സ്ക്വയർ ഫീറ്റിലാണ്. 4.25 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ലാൻഡ് അളവാണ്. 2070 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് നല്ലൊരു സ്ക്വയർ ഫീറ്റ് തന്നെയാണ്. 4 ബെഡ്റൂമുകളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പൊ ആ ഒരു മെയിൻ ടാർ റോഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ വില്ലകളിലേക്ക്, ഇവിടെ ഏകദേശം 2 വീടുകളാണ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ ആള് താമസമായതാണ്. ആ കാണുന്ന റോഡ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഭംഗിയായിട്ടുള്ള ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീടിന്റെ ഗേറ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗേറ്റും മതിലും ഒക്കെ നോക്കുവാണെങ്കിൽ സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ പെയിന്റ് അടിച്ച മതിലാണ്. അതിന് ഗേറ്റ് വന്നിട്ട് ഒരു സൈഡ് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് വയ്ക്കാവുന്ന രീതിയിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള എലിവേഷൻ ഒക്കെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റഡ് വർക്കുകൾ വരുന്നുണ്ട്, ബ്രിക്ക് മോഡലുള്ള കുറച്ച് ഡിസൈനുകൾ വരുന്നുണ്ട്. മുകളിലൊരു പോർഷനിൽ ചെറുതായിട്ടൊരു സൺഷെയ്ഡ് പോലെ ഓട് പാകിയിട്ടുണ്ട്. എലിവേഷൻ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് കളർ പെയിന്റ്, ബിസ്ക്കറ്റ് ഷെയ്ഡ് എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു കളറായിട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ വീടിനകത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ കാണുന്ന സറൗണ്ടിങ് ഏരിയാസ്, കാർ പോർച്ചും അതുപോലെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് അതിനിടയിൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച്, ഒരു വലിയ കാർ പോർച്ച് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നോക്കിയാൽ കാണാം, ഈ ഒരു ഭാഗത്ത് പില്ലർ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കി 2 സൈഡിലായിട്ട് 2 വെഹിക്കിളുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ ഈ കാണുന്ന ഏരിയയിൽ നമുക്ക് ഒരു കാർ കൂടെ പാർക്ക് ചെയ്യാം. ടോട്ടല് 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. കാർ പോർച്ചിനകത്ത് നിങ്ങൾ നോക്കിക്കോളൂ, ഭംഗിയായിട്ടാണ് റൂഫിലും സൈഡിലും ഒക്കെ ആയിട്ട് LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് കാർ പോർച്ചിന്റെ ഏരിയ ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കിണർ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ വെള്ളം ചെങ്കലിനടിയിൽ നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് നല്ല വാട്ടറാണ് നമുക്ക് ഡ്രിങ്കിങ്ങിനായിട്ട് ഇവിടെ കിട്ടുന്നത്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് KWയുടെ വാട്ടർ കൂടിയാണ്. വീടിന്റെ സൈഡിലേക്കൊക്കെ നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ നല്ല വിട്ടു കൊടുത്തിട്ടാണ് ബാക്ക് സൈഡിലേക്കൊക്കെ ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു സ്റ്റെപ്പ് ഒക്കെയാണ് നിങ്ങളെ കാണുന്നത്. ബാക്ക് സൈഡ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ബിൽഡറുമായിട്ട് സംസാരിച്ച് അവിടെ ടൈല് പാകുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ് ആളുകൾക്ക് നടന്നു പോകാനുള്ള ആ ഒരു സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ആ ഒരു സൈഡും ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഒറിജിനൽ ലാൻഡ് തന്നെയാണ്. നിങ്ങൾക്ക് അവിടെ ഒരു തെങ്ങ് കാണാം. അപ്പൊ ഒരു ലാൻഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം എന്ന് പറയുന്ന ഒരു തെങ്ങ് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യാറുണ്ട്. ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ്. അപ്പൊ എന്തായാലും ഓൾറെഡി അവിടെ ഒരു തെങ്ങ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ കായ്ഫലം ഉണ്ടാകുന്ന ഒരു രീതിയിലുള്ള പാകത്തിന് ആയിട്ടുമുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ വീടിന്റെ ഒരു ഫ്രണ്ട് ഏരിയ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മളിനിപ്പോ സിറ്റ് ഔട്ട് ആണ്. സിറ്റ് ഔട്ടിന്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഭംഗിയുള്ളൊരു ഫൗണ്ടൻ കാണാൻ പറ്റുന്നുണ്ട്. ഓൾറെഡി ഒരു നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടം തന്നെയാണ്. ഇതിന്റെ സറൗണ്ടിങ് ഏരിയ ഒക്കെ നോക്കിയാലും കാണാം, നല്ല ഭംഗിയുള്ള ഒരു നേച്ചറിന്റെ ഒരു പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ട് കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അവർക്ക് നല്ലൊരു എൻജോയ്മെന്റ് തന്നെയാണ് ഇതുപോലുള്ള ചില അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് നല്ല ഹൈറ്റിലേക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും സ്റ്റെപ്പുകൾ കയറി വരുമ്പോൾ മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് നമുക്ക് കിട്ടുന്നത്. സിറ്റ് ഔട്ടിന്റെ ഈ ഒരു സൈഡിലും ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും GA പൈപ്പ് കൊണ്ടുള്ള ചെറിയ വർക്കുകൾ ഭംഗിയായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ റൂഫിൽ തുടങ്ങി തന്നെ ഇവിടെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് കൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ള വർക്കാണ് ഇതിന്റെ റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നല്ലൊരു ഷോ ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കാണുന്നത് വീടിന്റെ മെയിൻ ഡോറാണ്. ഇതിന്റെ ദർശനം വന്നിട്ട് വടക്ക് ഭാഗത്തേക്കാണ്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് ഇതിന്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാളിയിലാണ് ഡോർ തീർത്തിരിക്കുന്നത്. ഈ ഒരു മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്.
ആദ്യം വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ ടൈലുകൾ നോക്കിയാൽ കാണാം, ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ചെറിയ ഡിസൈൻ വരുന്ന ടൈലുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ കയറി വരുന്ന സമയത്ത് നമുക്ക് വിൻഡോസ് കിട്ടുന്നത് നോക്കണമെങ്കിൽ റൈറ്റ് സൈഡിലായിട്ടാണ് വിൻഡോസ് വരുന്നത്. വൈറ്റ് കളർ പെയിന്റിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിൻഡോസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ടുള്ള വാൾപേപ്പറുകളൊക്കെ ഒട്ടിച്ചിട്ട് അതിനിടയിൽ റൂഫിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ട് നല്ല അട്രാക്റ്റീവ് ആയ രീതിയിലാണ് ലിവിംഗ് സ്പേസിന്റെ ആ ഒരു റൂഫ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്ന വീടുകളിലെ ഒരു മോഡലിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വീടിന്റെ ഇന്റീരിയറും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ വരുന്ന സമയത്ത് ഡൈനിങ് ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഡൈനിങ് സ്പേസ് കിട്ടുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊന്ന് ചിന്തിക്കുന്ന ആളുകൾക്കാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് തോന്നുന്ന ഒരു വീട് കൂടിയാണിത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അകത്തളം മോഡലിൽ ചെറിയൊരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഒരു സെപ്പറേഷൻ ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെയൊക്കെ നോക്കിയാൽ കാണാം ഗ്രാഫിക്കൽ ഡിസൈനിലുള്ള കുറച്ച് ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് ഭാഗത്തായിട്ട് നല്ല ഫ്ലവർ പോട്ടുകളൊക്കെ വയ്ക്കാനായിട്ട് രണ്ട് ഏരിയയും അവിടെ പില്ലർ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഏരിയ നമുക്ക് 2 സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിന്റെ നമുക്ക് TV ഒക്കെ വെക്കാനുള്ള TV യൂണിറ്റുള്ള സ്പേസിലാണ്. ഒരു പടി താഴേക്കായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡ് കൊണ്ടാണ് TV വെക്കാനുള്ള ആ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ ഭംഗിയായിട്ടുള്ള വാൾപേപ്പർ ഒക്കെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിൽ കാണുന്ന ഈ ഒരു വോൾ നോക്കിയാലും കാണാം LED സ്ട്രിപ്പുകൾ കൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ള ലൈറ്റുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട ആ ഒരു സെയിം വർക്ക് തന്നെയാണ് ഇതിന്റെ റൂഫിലും ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് നിറയെ മൾട്ടിവുഡുകൾ കൊണ്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും തന്നെ നമുക്ക് ഫാൻ ഫിറ്റിംഗ്സും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കയറി ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലാണ്. നമുക്കൊരു 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഡൈനിങ്ങിൽ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലാണ് ഈ കാണുന്ന സ്റ്റെപ്പുകളെല്ലാം തന്നെ ഇട്ടിരിക്കുന്നത്. ഈ കാണുന്ന ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാലും കാണാം നമുക്ക് ഓപ്പൺ ഷെൽഫുകളായിട്ടും നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് ക്ലോസ് ചെയ്യാവുന്ന ഷെൽഫുകളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഈ ബാത്റൂമിനകത്താണെങ്കിൽ ടോയ്ലറ്റ് ഫിറ്റിംഗ്സ്, അതുപോലെ വാഷ് ഏരിയയിലുള്ള വാഷ് ബേസിൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഫിനിഷ് ആവാനായിട്ടുള്ളത്. ബാക്കി എല്ലാ വർക്കുകളും തന്നെ കഴിഞ്ഞു കിടക്കുകയാണ്. ഈ ഒരു ഏരിയയിലാണ് നമുക്ക് വാഷ് ബേസിൻ വരാനുള്ളത്. മൾട്ടിവുഡ് കൊണ്ടാണ് താഴെ കബോർഡുകളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് ഭംഗിയുള്ള കോപ്പർ കളറിലുള്ള ടെക്സ്ചർ വർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് ഒരു ഏരിയ മാറി വെച്ചിരിക്കുന്നത് ഇവിടെ വാഷ് ബേസിൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതൊരു ഓപ്പൺ കിച്ചൺ ആണെന്ന് പറയാം. ബിക്കോസ് ഇതിന് അവർ ഡോർ വെച്ചിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഡോർ വെക്കാം, ഇല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് തന്നെ ഇടാൻ പറ്റുന്നതാണ്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഫ്ലോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലാണ്, കുറച്ച് ഗ്രിപ്പോട് കൂടിയ ടൈലാണ് ഇട്ടിരിക്കുന്നത്. കിച്ചണിലെ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിലും മുകളിലും താഴെയൊക്കെ ധാരാളം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കളറാണ് മെയിനായിട്ട് കളറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആ സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ കാണുന്ന സറൗണ്ടിങ് ഏരിയാസിൽ എല്ലായിടത്തും തന്നെ കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നമുക്ക് 2 ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇവിടെ 3 വിൻഡോസും ഇവിടെ 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന കിച്ചന്റെ ഒരു ഡോർ തുറന്നാൽ നമുക്ക് നേരെ പുറത്തേക്ക് കാണുന്ന ഭാഗമാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കിച്ചന്റെ ബാക്ക് സൈഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ നിങ്ങളെ കാണിച്ചിരുന്നു. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ വർക്ക് ഏരിയ ഒന്നും ചെയ്തിട്ടില്ല, ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കത് ബിൽഡറുമായിട്ട് സംസാരിച്ച് തീർച്ചയായിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നമ്മളിപ്പോൾ ഈ ഡൈനിങ് ഹാൾ കണ്ടു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ഒരു ബെഡ്റൂം ആണ്. ഇവിടെ നമുക്ക് താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഇവിടുത്തെ ബെഡ്റൂമുകളുടെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു വീടാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കും ഇതിന് താഴെ ഒരു ബെഡ്റൂമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ പറയുകയാണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തെങ്കിലും മാത്രമാണ് കുറച്ച് ആർക്കിടെക്ചറൽ ഡിസൈൻസ് ഒക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. അപ്പം ബെഡ്റൂമുകളുടെ കാര്യത്തിലൊക്കെ വളരെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക.
ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് 14-10 ഫീറ്റിലാണ്. 14x10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ്സ് ആണ് വിസിബിൾ ആയിട്ടുള്ളത്. ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വാർഡ്രോബുകൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മൾട്ടി വുഡിൽ ആ വുഡൻ കളർ തന്നെയാണ് വാർഡ്രോബുകൾക്ക് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മിഡിലായിട്ട് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള വിൻഡോസ് വരുന്ന 3 ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടുത്തെ റൂഫിലേക്ക് നോക്കിയാൽ കാണാം ഈ ഒരു ഭാഗത്ത് 2 ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് നമുക്ക് ബെഡിന്റെ മുകളിൽ തന്നെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അതുകൂടാതെ ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ബാത്റൂംസിന്റെ ഒരു പടി താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒന്നും ചെയ്തിട്ടില്ല. എന്താണെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഫിറ്റിംഗ്സ് മാത്രമായിരിക്കും അവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് അവിടുത്തെ ടൈലുകൾ വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ താഴെ ഒരു ബെഡ്റൂം മാത്രമാണ് നമ്മൾ കണ്ടത്. നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് സ്റ്റെപ്സുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലാണ് ഇവിടെയൊക്കെ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഡോറ് കാണാം. ഇതൊരു ബെഡ്റൂം ആണ്. ഇവിടുത്തെ ബെഡ്റൂമിന്റെ ഡോറുകളുടെ പാറ്റേൺ ഒക്കെ എല്ലാം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. സിൽവർ ബീഡിംഗ് ഒക്കെ വെച്ചിട്ട് വൈറ്റ് കളറിലായിട്ടാണ് ബെഡ്റൂം വരുന്നത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. താഴെ നമ്മളൊരു ബെഡ്റൂം കണ്ടു. ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കയറി വരുന്ന ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇവിടെ ആയിട്ടും കൂടെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിലും 14x10 14-10 ഫീറ്റിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. അവിടെയായിട്ട് നമുക്ക് വിൻഡോസ് കാണാം. സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുള്ള വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അകത്ത് ഭംഗിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രില്ലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു വിൻഡോ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതും സെയിം ആ ഒരു മെറ്റീരിയലിന്റെ തന്നെയാണ്, സെയിം മോഡലിൽ തന്നെയാണ് ഈ ഒരു വിൻഡോയും ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. വൈറ്റ് ആൻഡ് വുഡ് കളറാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മൾട്ടി വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് വുഡൻ പാനലിങ്ങുകൾ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ നടുക്കൊക്കെ ആണെങ്കിലും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ടൈലുകളുടെ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ വൈറ്റ് ആൻഡ് ഒരു വുഡൻ ഡിസൈൻ വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നമുക്ക് ബാത്റൂം ഫിറ്റിംഗ് മാത്രമാണ് ഇനി ചെയ്യാനായിട്ടുള്ളത്. ഏറ്റവും താഴെ നമ്മൾ ഗ്രൗണ്ടിൽ ഒരു ബെഡ്റൂം കണ്ടു. ഇവിടെ സ്റ്റെപ്പ് കയറി വന്ന ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂം കണ്ടു. അഗൈൻ നമ്മൾ വീണ്ടും ഇനി വീടിന്റെ മുകൾ ഭാഗത്തേക്കുള്ള ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നേരെ കയറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഭംഗിയായിട്ടുള്ള ഒരു CNC കട്ടിങ് കാണാം. ഒരു നല്ല ഭംഗിയുള്ള ഒരു ട്രീഡ് ഡിസൈനിലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിന്റെ ആ ഒരു ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ട് സേഫ് ആയിട്ട് ചെയ്തിട്ട് അതിന്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. നമ്മൾ നേരെ കയറി വരുന്ന സമയത്ത് ഈ 2 ഭാഗത്തായിട്ട് ഈ കാണുന്ന ഗ്ലാസ് പാർട്ടീഷൻ ഇവിടെ നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ വെക്കാനായിട്ടും അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിന്റെ അകത്ത് വരുന്ന ഈ ഒരു ഇന്നർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയ ഏരിയ കിട്ടുന്നുണ്ട്. നമ്മുടെ ഒരു കൺവീനിയൻസ് ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് എന്തിനു വേണമെങ്കിലും ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാം. അതുകൂടാതെ റീഡിംഗ് പർപ്പസിന് എന്തിനു വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നമുക്കൊരു സിംഗിൾ വിൻഡോയും കൂടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഒരു ബാൽക്കണി സ്പേസിലേക്കാണ്. GA2 കൊണ്ട് നല്ല കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ടാണ് ഈ ഒരു ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോറിലൊക്കെ ആണെങ്കിലും വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് വീടിനെ ഫ്രണ്ട് കാണുന്ന ഏരിയ ആണ് വിസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ബാൽക്കണി കണ്ടു. അതിനുശേഷം നമ്മളിപ്പോ പോകുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു കണക്ഷൻ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ലെഫ്റ്റിലേക്കുള്ള ഏരിയ ആണ് നമ്മളിപ്പോ കണ്ടത്. ഇത് നമ്മൾ കാണാൻ പോകുന്നത് റൈറ്റിലേക്കുള്ള ഏരിയ ആണ്. താഴെ നിന്നുള്ള ഈ ഒരു ഹാൻഡ് റെയിലിന്റെ കണ്ടിന്യൂഷൻ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് മുകൾ ഭാഗം വരെ പോയിട്ടുണ്ട്. അതും സേഫ് ആയിട്ട് ഈ ഒരു കാണുന്ന അയൺ ബാറൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെയാണ് ഒരു വലിയ ഹാള് കിട്ടുന്നത്. TV ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വോളുകൾ ധാരാളമുണ്ട്. എവിടെ വേണമെങ്കിലും നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. വിൻഡോസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇതിന്റെ റൂഫിലൊക്കെ നോക്കിയാൽ കാണാം കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള റൗണ്ട് ഡിസൈൻ വരുന്ന വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. അതിനകത്തെല്ലാം ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്ത് ഭംഗിയായിട്ടുള്ള ഡിസൈൻ ആണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാളിൽ മാത്രമായിട്ട് നമുക്ക് 2 ഫാൻ ഫിറ്റിംഗ് കിട്ടുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ഡോറ് കാണാം. ഇത് വന്നിട്ട് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. യൂട്ടിലിറ്റി ഏരിയയുടെ മുകൾ ഭാഗം ആക്ച്വലി കവർ ചെയ്തിട്ടില്ല. ഫ്ലോർ ഒക്കെ വന്നിട്ട് വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈല് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടെ 2 ബെഡ്റൂമുകൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ 2 ബെഡ്റൂമുകളും കൂടിയാണ് ഇവിടെ കാണാനുള്ളത്. ഈ ഭാഗത്ത് കാണുന്ന 2 ബെഡ്റൂമുകളാണ്. ഈ ഒരു റൂം തന്നെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14x10 ഫീറ്റ് 14-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ മിഡിൽ ഭാഗത്ത് നല്ലൊരു വുഡൻ പാനലിംഗ് കൊടുത്തിട്ട് അവിടെയായിട്ടാണ് ഫാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഔട്ടർ പോർഷനുകളിലെല്ലാം തന്നെ വലിയ ടൈപ്പ് ഓഫ് LED ലൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ആ ഒരു ഭാഗത്താണ്. സെയിം കളർ കോമ്പിനേഷൻ ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനുള്ള ടൈലുകളാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ബാത്റൂം ഫിറ്റിംഗ്സും കുറച്ച് ഡോറുകളും ഒക്കെ ഫിറ്റ് ചെയ്യുന്ന വർക്കുകൾ മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 10x10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 10x10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. മുകളിൽ നോക്കുവാണെങ്കിൽ ഔട്ടർ പോർഷനുകളിലെല്ലാം തന്നെ LED സ്ട്രിപ്പും LED ലൈറ്റും ഒക്കെ കൊടുത്ത് ഫാൻ ഫിറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഇവിടുത്തെ ഫിനിഷ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അഗൈൻ ഇവിടെ നിന്നും ഈ കാണുന്ന അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്നും ഒരു സ്റ്റെയർ കേസ് കൂടി നമുക്ക് കാണാം. ഹാൻഡ് റൈൽസ് എല്ലാം ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെപ്പുകളൊക്കെ നോക്കുവാണെങ്കിൽ വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കൊരു ഡോറ് കാണാം. ഈ കാണുന്ന ഒരു ഡോറ് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഓപ്പൺ ടെറസിലേക്കാണ്. പകുതി ഭാഗത്തോളം കോൺക്രീറ്റ് വെച്ച് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ബാക്കി വരുന്നത് സ്ക്വയർ ട്യൂബിലുമാണ് കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴെ നിൽക്കുമ്പോൾ കണ്ട ഭംഗിയുള്ള ഒരു ബ്രിക്ക് മോഡലുള്ള വർക്ക് ഈ ഒരു ഭാഗത്തും ആ ടെക്സ്റ്റർ വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് എഗൈൻ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് മുകളിലേക്ക് നമുക്ക് വേറൊരു ടെറസിലേക്ക് പോകാനുള്ള പോർഷനും കൂടിയുണ്ട്. അവിടെയും നമുക്ക് ഒരുപാട് സ്പേസ് അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊരു ആർക്കിടെക്ചറൽ മോഡലിൽ തന്നെയാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും കാണുന്ന ഡിസൈനുകളിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഉക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിൽ മലയിടം തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ റോഡിൽ നിന്നും 800 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന ഒരു വീട്ടിലേക്കുള്ള ദൂരം. ചുറ്റിനും ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വീടും സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 4.25 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ലാൻഡ് അളവ് എന്ന് പറയുന്നത് 4.25 ആണ്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 2070 2070 ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 ബെഡ്റൂമുകളാണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ 3 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ കിണർ വെള്ളവും ഉണ്ട്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് KWയുടെ വാട്ടർ കണക്ഷനും കൂടിയാണ്. ഈ കാണുന്ന മനോഹരമായ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 90 ലക്ഷം രൂപയാണ്. 90 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് പെട്ടെന്ന് തന്നെ വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.